അങ്ങനെ പലതവണയായിട്ട് മാറ്റി മാറ്റി വെച്ച് ഒടുക്കം ഡാഷ് ക്യാം അങ്ങ് വാങ്ങി ഗൈസ്. ഇനിയും നീട്ടി വെച്ചാൽ പറ്റില്ല, കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ഹൈവേയിലും റോഡിലും ഒക്കെ നടക്കുന്ന ആക്സിഡൻസും അതിന്റെ രീതികളും ഒക്കെ വെച്ചിട്ട് ഒരു ഡാഷ് ക്യാം നമ്മൾ വണ്ടിക്കകത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഒരു ലിവറേജ് ആണ്, ഒരു തെളിവാണ്. അതുപോലെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളും കുറച്ച് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വണ്ടിക്കകത്ത് നെസസറി ആയിട്ട് വേണ്ടുന്ന ഒരു ആക്സസറി അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് ആണ് ഒരു ഡാഷ് ക്യാം. അല്ലെങ്കിൽ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് അവസാനം നമ്മൾ ഈ ബ്രാൻഡിലേക്ക് എത്തിയത്. കുറെ ബ്രാൻഡ് ഉണ്ട് ഡാഷ് ക്യാമിന്റെ. അവസാനം നമ്മൾ കുറെ ആൾക്കാരുടെ റിവ്യൂസ്, ബിൽഡ് ക്വാളിറ്റീസ്, പിന്നെ വിഷ്വൽ ക്വാളിറ്റി ഇതെല്ലാം വെച്ചിട്ട്, എസ്പെഷ്യലി റിവ്യൂസ് തന്നെയാണ് മേടിച്ച ആൾക്കാർ യൂസ് ചെയ്തതിന്റെ റിവ്യൂസ് വെച്ചിട്ടാണ് അവസാനം നമ്മൾ ഈ ഒരു മോഡലിലേക്ക് എത്തിയത്. 70 അങ്ങനെയൊക്കെയാണ് ഇത് പറയുന്നത്. 70 മൈയുടെ ഡാഷ് ക്യാം 510 സെറ്റ് ആണ് ഇത്. ആക്ച്വലി എനിക്കും എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് വാങ്ങി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിന്റെ പേരന്റ് കമ്പനി നമ്മുടെ ഷവോമി ബ്രാൻഡ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മോഡൽ എന്ന് പറയുന്നത് ഇത് ഈ ബ്രാൻഡിന്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവം തന്നെ. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 11,000 to 13,000 ആ റേഞ്ചിലാണ്. ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 11,000 റേഞ്ചിൽ കിട്ടും. ഇതിൽ നമുക്ക് 3K ഔട്ട് തരുന്ന ഒരു ഫ്രണ്ട് ക്യാമറ, അതായത് മുന്നിൽ വെക്കുന്ന ക്യാമറയും പിന്നെ ഫുൾ HD ഔട്ട് തരുന്ന ഒരു റെയർ ക്യാമറയായിട്ടാണ് ഈ സെറ്റ് വരുന്നത്. സോണിയുടെ സ്റ്റാർവിസ് 2 എന്ന് പറയുന്ന സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. ആ സെൻസർ അത്യാവശ്യം നല്ല സെൻസറാണ്. നമുക്ക് നൈറ്റ് വിഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അനാവശ്യമായിട്ടുള്ള ഗ്ലെയറും ഒക്കെ കട്ട് ചെയ്തിട്ട് നല്ല വിഷ്വൽ ക്വാളിറ്റി തരുന്ന ഒരു സെൻസറാണ് ഈ സ്റ്റാർവിസ് 2 എന്ന് പറയുന്നത്. ഇത് അൺബോക്സ് ചെയ്യുന്നതിന്റെ മാത്രമായിട്ട് ഒരു വീഡിയോ നമ്മൾ പേജിലാണ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതിനകത്ത് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നത്. ഇതാണ് മെയിൻ ക്യാമറ യൂണിറ്റ് വരുന്നത്. ഇതിന്റെ ഇവിടെ ആയിട്ട് ലെൻസ് വരുന്നുണ്ട്, ഇവിടെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്, ഇവിടെ പിന്നെ കണക്ട് ചെയ്യാനുള്ള റെയർ ക്യാമറ കണക്ട് ചെയ്യാനുള്ളതും പവർ കൊടുക്കാനുള്ളതും മെമ്മറി കാർഡാനുള്ള പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്യാമറയുടെ ആംഗിൾ ഒക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിച്ചിരിക്കുന്ന ഒന്നും ഇളവ് വീടാനുള്ള ചാൻസ് ഇല്ല. ഇതാണ് റെയർ ക്യാമറ. ഇത് വളരെ കുഞ്ഞ്, അതിനേക്കാളും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവം. ഇതാണ് പ്രൈറ്റ്. നമ്മൾ ഈ ക്യാമറ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ വയറെല്ലാം വണ്ടിയുടെ സൈഡിലേക്ക് കൺസീൽ ചെയ്യാനുള്ള ടൂളാണ്. അതുപോലെ ഈ ക്യാമറ മറ്റ് കേപ്പബിലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിന് അഡാസ് ഫീച്ചർ വരുന്നുണ്ട്, GPS വരുന്നുണ്ട്, വൈഫൈ വരുന്നുണ്ട്, നമ്മുടെ ഫോൺ വഴി ആപ്പ് കൺട്രോൾ വരുന്നുണ്ട്. പവർ കേബിളും റെയർ ക്യാമറ ഫ്രണ്ട് ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള കേബിളും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കേബിളാണ്. നീളമുള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന നീളം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പവർ അഡാപ്റ്റർ, ഇത് നമ്മുടെ വണ്ടിക്കകത്തുള്ള പവർ സോക്കറ്റിന്റെ അകത്ത് കണക്ട് ചെയ്യുന്ന സാധനമാണ്. ഇതിലേക്കാണ് ഈ ടൈപ്പ് സി കേബിൾ കൊണ്ട് കണക്ട് ചെയ്യുന്നത്. അത് കൂടാതെ ഇതിനകത്തൊരു എക്സ്ട്രാ പോർട്ടും കൂടെ, ടൈപ്പ് എ പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻ കേസ് ഫോൺ അങ്ങനെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ കേബിൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണും ചാർജ് ചെയ്യാം. പിന്നെ ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കേഴ്സും ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാമറ വിൻഷീൽഡിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ്. ഇതിന്റെ എല്ലാം എക്സ്ട്രാ പീസസും കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ ഒട്ടിച്ചിട്ട് നമ്മൾ പൊസിഷൻ അങ്ങനെ മാറിപ്പോയാലൊന്ന് ഇളക്കി ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനായിട്ട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലി യൂസർ മാനുവലും. പിന്നെ ഈ ഒരു സംഭവം, ഇതിലേക്കാണ് നമ്മൾ മെയിൻ ക്യാമറ ആക്ച്വലി അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ആ സ്റ്റിക്കറിലേക്ക് നമ്മൾ ഈ സംഭവം കൊണ്ട് ഒട്ടിക്കും. അതിനുശേഷം ഈ സാധനത്തിലേക്കാണ് നമ്മൾ ഈ മെയിൻ ക്യാമറ കൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമുക്ക് പിന്നീട് ഈ മെയിൻ ക്യാമറ ഇളക്കിയെടുത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ സ്റ്റിക്കർ ഇളക്കിയെടുക്കേണ്ട, ഈ ലോക്കിൽ നിന്ന് മാത്രം ഈ ക്യാമറ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിലൊക്കെ നോക്കാൻ പറ്റും. ഇനി ഇത് ഫിക്സ് ചെയ്യുന്ന സംഭവം നമുക്ക് തനിയെ തന്നെ നമ്മുടെ വണ്ടിയിൽ ഇത് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഷൂട്ട് ചെയ്ത് ഇത് യൂസ് ചെയ്ത് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെയും വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓർക്കേണ്ട കാര്യം, ക്യാമറയുടെ കൂടെ മെമ്മറി കാർഡ് വരുന്നില്ല. നമ്മൾ മെമ്മറി കാർഡ് എക്സ്ട്രാ വാങ്ങണം. അതാണ് ആക്ച്വലി ഏറ്റവും വലിയ തലവേദന. ബിക്കോസ് ക്യാമറ റെക്കമെൻഡ് ചെയ്യുന്ന ചില ഹൈ എൻഡുറൻസ് മെമ്മറി കാർഡുകൾ ഉണ്ട്. ബിക്കോസ് ഇതിങ്ങനെ ഫുൾ ടൈം റൺ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. സോ 120 GB ഈ ഒരു മെമ്മറി കാർഡ്, ഹൈ എൻഡുറൻസ് സാൻഡിസ്കിന്റെ ഈ ഒരു മെമ്മറി കാർഡ് മേടിച്ചപ്പോഴത്തേക്ക് മാത്രം 3800 രൂപ വില. സോ അതൊന്നും മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം. ബൈ.